ചില ആളുകൾ റമദാനിൽ നോമ്പ് ഒഴിവാക്കും. റമദാനിൽ നോമ്പ് ഒഴിവാക്കിയാൽ പെട്ടെന്ന് തന്നെ അത് ഖളാ വീട്ടണം ചില ആളുകൾ. മറ്റു ചിലർ വരുന്ന റമദാനിന്റെ ഇടക്ക് ഖളാ വീട്ടിയാൽ മതി. അതാ യജിബു ഖളാഉ സൗമി റമദാന. റമദാൻ മാസത്തിലെ നോമ്പ് നഷ്ടപ്പെട്ടാൽ ആ നോമ്പ് ഖളാ വീട്ടൽ നിർബന്ധമാകും. ഫൗറൻ, പെട്ടെന്ന് തന്നെ ഖളാ വീട്ടണം. എപ്പോൾ? ഇൻ ഫാത്ത ബിലാ ഉദ്രിൻ, കാരണമില്ലാതെ നഷ്ടപ്പെട്ട നോമ്പാണെങ്കിൽ. ഒരാൾക്ക് നോമ്പ് നഷ്ടപ്പെട്ടു. എങ്ങനെയാ നഷ്ടപ്പെട്ടത്? യാതൊരു കാരണവും ഇല്ലാതെ. അപ്പൊ കാരണമില്ലാതെ നോമ്പ് നഷ്ടപ്പെട്ടാൽ റമദാൻ കഴിഞ്ഞ് ഉടനെ തന്നെ അത് ഖളാ വിട്ടണം. എന്നാൽ വ ഖബല റമദാന ആഖറ, അടുത്ത റമദാന്റെ മുമ്പ് ഖളാ വീട്ടണം. എപ്പോൾ? ഇൻ ഫാത്ത ബി ഉദ്രിൻ, കാരണത്തോട് കൂടി നോമ്പ് നഷ്ടപ്പെട്ടാൽ. ഒരാൾക്ക് റമദാനിൽ നോമ്പ് നഷ്ടപ്പെട്ടു, യാതൊരു കാരണവും ഇല്ലാതെ നഷ്ടപ്പെട്ടതാണെങ്കിൽ റമദാൻ കഴിഞ്ഞ് ഉടനെ അത് ഖളാ വീട്ടണം. കാരണത്തോട് കൂടി നഷ്ടപ്പെട്ടതാണെങ്കിൽ വരുന്ന റമദാന്റെ ഇടയിൽ അദ്ദേഹം ഖളാ വീട്ടണം. ഇനി വരുന്ന റമദാന്റെ ഇടക്ക് ഖളാ വീട്ടിയിട്ടില്ലെങ്കിലോ? വരുന്ന റമദാൻ വരെ അദ്ദേഹം ഖളാ വീട്ടിയിട്ടില്ലെങ്കിലോ എന്തുണ്ടാകും? അപ്പോ അവിടെ ഫമൻ അഖറഹു ബിലാ ഉദ്രിൻ ഫി തഅഖീരി, യാതൊരു കാരണവുമില്ലാതെ അദ്ദേഹം പിന്തിച്ച് അടുത്ത റമദാന് വരുന്നത് വരെ പിന്തിച്ചാൽ ലസിമഹു മഅൽ ഖളാഇ മുദ്ദുൻ, അവന് നിർബന്ധമാണ് ഖളാ വീട്ടലോടുകൂടെ ഒരു മുദ്ദ് അരിയും കൊടുക്കണം. നമ്മുടെ നാട്ടിലെ മുഖ്യ ആഹാരം ഏതാണ്? അരിയാണ്. അപ്പൊ ഒരു മുദ്ദ് ധാന്യവും കൊടുക്കണം. ഒരു ഉദാഹരണം പറയാം. കഴിഞ്ഞ റമദാൻ, ഇപ്പുള്ള റമദാനല്ല, ഇതിന്റെ മുമ്പത്തെ റമദാനിൽ ഒരാൾക്ക് നോമ്പ് നഷ്ടപ്പെട്ടു. ഈ റമദാന്റെ ഇടയ്ക്ക് ഖളാ വീട്ടാൻ അദ്ദേഹത്തിന് സൗകര്യപ്പെടുകയും ചെയ്തു. പക്ഷേ അദ്ദേഹം ഖളാ വീട്ടിയില്ല. അയാള് ആ നിസ്കാരം ഖളാ വീട്ടിയില്ല, ആ നോമ്പ് ഖളാ വീട്ടിയില്ല. റമദാനായില്ലേ, ഇനി റമദാൻ കഴിഞ്ഞിട്ട് അത് ഖളാ വീട്ടുകയും വേണം. എത്ര നോമ്പായിരുന്നോ കഴിഞ്ഞ റമദാനിൽ നഷ്ടപ്പെട്ടത്, അതനുസരിച്ച് മുദ്ദ് കൊടുക്കുകയും വേണം. അപ്പൊ 10 നോമ്പ്, ഒരു ഉദാഹരണം പറയാ, കഴിഞ്ഞ റമദാനിൽ എനിക്ക് 10 നോമ്പ് നഷ്ടപ്പെട്ടു. ഈ റമദാന്റെ ഇടക്ക് ആ നോമ്പ് ഖളാ വീട്ടാൻ അവസരവും ഉണ്ടായി, പക്ഷേ ഞാൻ ഖളാ വീട്ടിയില്ല. എന്നാൽ റമദാൻ കഴിഞ്ഞ് ഉടനെ അത് ഖളാ വീട്ടുകയും വേണം. അതോടുകൂടെ ഓരോ നോമ്പിനിക്കും ഓരോ മുദ്ദ് കൊടുക്കുകയും വേണം. ഓരോ മുദ്ദ് അരി ധാന്യം ചെയ്യണം, അല്ല സ്വതക്ക ചെയ്യണം. ഓരോ മുദ്ദ് അരിന്താക്കുക, ദാനം ചെയ്യണം. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോ ഉമ്മമാർക്കും സഹോദരിമാർക്കും ഒക്കെ പല സമയത്തായിട്ട് നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. അപ്പൊ നമ്മൾ ഇത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അത് നമ്മുടെ ബാധ്യതയായി അവിടെ കിടക്കും. അത് ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. മുദ്ദുമൊക്കെയായി ബന്ധപ്പെട്ട മസലകൾ, സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിച്ചാൽ ഇൻഷാ അല്ലാഹ് അതിന്റെ മറുപടികൾ നിങ്ങൾക്ക് ലഭിക്കുന്നതുമാണ്. ഇനിയോ ഈ മുദ്ദ് ആവർത്തിക്കും. കൊല്ലം ആവർത്തിക്കൽ കൊണ്ട് മുദ്ദ് ആവർത്തിക്കുകയും ചെയ്യും. അതെന്താ പറഞ്ഞത്? ഏകദേശം ഒരു 4 വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു സ്ഥലത്ത് റമദാൻ ഇങ്ങനെ ക്ലാസ് എടുക്കാൻ വേണ്ടി പോയതാ. ക്ലാസ്സിൽ മുദ്ദിനെ കുറിച്ചൊക്കെ പരാമർശിച്ചിരുന്നു. ക്ലാസ് കഴിഞ്ഞ സമയത്ത് ഒരു പ്രായം ചെന്ന ഒരു ഉപ്പ എൻ്റെ അടുക്കൽ വന്നു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് 15 വർഷം മുമ്പ് ഒരു ഓപ്പറേഷൻ നടന്നിരുന്നു. അന്ന് ഞാൻ വിദേശത്താണ്. അവിടെ വെച്ച് ഒരു ഓപ്പറേഷൻ നടന്നിരുന്നു. ആ സമയത്ത് റമദാനിലാണ്. എനിക്ക് ഒറ്റ നോമ്പും നോൽക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒറ്റ നോമ്പും ഞാൻ നോറ്റിട്ടില്ല. പിന്നീട് അത് ഖളാ വീട്ടുന്നത് 10 വർഷത്തിന് ശേഷമാണ്. അദ്ദേഹം എന്നോട് സംസാരിക്കുന്നതിന്റെ 15 വർഷം മുമ്പാണ് അദ്ദേഹത്തിന് 30 നോമ്പ് നഷ്ടപ്പെട്ടത്. അദ്ദേഹം ആ നോമ്പ് ഖളാ വീട്ടുന്നത് 10 വർഷത്തിന് ശേഷം, അതായത് ഞാനുമായി സംസാരിക്കുന്നതിന്റെ 5 വർഷം മുമ്പാണ് അദ്ദേഹം അത് ഖളാ വീട്ടിയത്. നോമ്പ് ഖളാ വീട്ടിയിട്ടുണ്ട്, പക്ഷെ മുദ്ദൊന്നും കൊടുത്തിട്ടില്ല. അദ്ദേഹത്തിനോട് ചോദിച്ചു, നിങ്ങൾക്ക് നോമ്പ് നോൽക്കാൻ സൗകര്യം ഉണ്ടായിരുന്നോ? അതെ, അദ്ദേഹത്തിന് നോമ്പ് നോൽക്കാൻ സൗകര്യമൊക്കെ ഉണ്ട്, പക്ഷേ അദ്ദേഹം നോമ്പ് നോറ്റ് വീട്ടിയില്ല. 10 വർഷം പിന്തിച്ചു. അപ്പൊ എന്ത് ചെയ്യണം? ഓരോ നോമ്പിനും 10 മുദ്ദ് വീതം കൊടുക്കുകയും, അപ്പൊ എത്ര ഉണ്ടാവും? 30 നോമ്പിന്
30 × 10 300 മുദ്ദ് ധാന്യം കൊടുക്കണം. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നോമ്പ് നഷ്ടപ്പെട്ടു പോയാൽ അത് വർഷങ്ങൾക്ക് ശേഷമാണ് ഖളാ വീട്ടിയത് എങ്കിൽ എത്ര വർഷമായോ അതനുസരിച്ചുകൊണ്ട് നമ്മുടെ ഓരോ നോമ്പിനിക്കും മുദ്ദ് ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഞാൻ മുമ്പ് ഓർമ്മപ്പെടുത്തിയിരുന്നു എന്നാണ് ഞാൻ ഓർക്കുന്നത്. ഒരു സഹോദരൻ ഹജ്ജിന് പോകാൻ വേണ്ടി കിട്ടി, അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ ഭാര്യക്കും. ആ സമയത്ത് അദ്ദേഹം എന്നോട് വന്ന് പറഞ്ഞു, ഇങ്ങനെ ഹജ്ജിന് പോകാൻ കിട്ടിയിട്ടുണ്ട്. കൂട്ടത്തിൽ അദ്ദേഹം ഒരു കാര്യം ചോദിച്ചു. എന്റെ ഭാര്യ മകനെ പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് 1 മാസം നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇതുവരെ അത് ഖളാ വീട്ടിയിട്ടില്ല, അതിനെന്തോ കൊടുക്കുകയും വേണമല്ലോ, മുദ്ദ് കൊടുക്കണമല്ലോ, അതിന്റെ കണക്കൊക്കെ എത്രയാണ്? ഞാൻ ചോദിച്ചു, മകന് എത്ര വയസ്സായി? നോക്കുമ്പോ മകന് 36 വയസ്സായിട്ടുണ്ട്. 36 വയസ്സായ മകനാ. ഈ മകനെ പ്രസവിച്ച സമയത്താണ് ഈ ഉമ്മക്ക് നോമ്പ് നഷ്ടപ്പെട്ടത്. പിന്നീട് 36 വർഷം കഴിഞ്ഞു, നോമ്പ് നോൽക്കാൻ സൗകര്യപ്പെട്ടു, പക്ഷേ നോമ്പ് ഖളാ വീട്ടിയില്ല. നോമ്പ് ഖളാ വീട്ടിയില്ല. എന്നാൽ അവിടെ നമ്മൾ നോക്കേണ്ടത് ഓരോ വർഷം കൂടുന്തോറും, ഒരു വർഷം 30, പിറ്റേ വർഷമാകുമ്പോൾ 60 ആകുന്നു, പിറ്റേ വർഷമാകുമ്പോൾ 90 ആകുന്നു. ഇങ്ങനെ 36 വർഷമാകുമ്പോൾ 36 × 30 എത്രയുണ്ടാകും? അത്രയും മുദ്ദ് കൊടുക്കാനുണ്ട്. അപ്പൊ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം വർഷത്തിൽ 6-7 ദിവസം നോമ്പ് നഷ്ടപ്പെട്ടേക്കാം. പിറ്റേത്തെ റമദാന്റെ ഇടയിൽ തന്നെ അത് ഖളാ വീട്ടാനുള്ളതായ സമയം നമ്മൾ കണ്ടെത്തണം. പലരും അത് ശ്രദ്ധിക്കാതെ പോകുന്നു. അത് നമ്മൾ ശ്രദ്ധിക്കണം. പിറ്റേത്തെ റമദാൻ ആകുന്നതിനിടക്ക് തന്നെ അത് നമ്മൾ ഖളാ വീട്ടണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. റമദാൻ ആകുമ്പോഴേക്ക് ഖളാ വീട്ടിയിട്ടില്ലെങ്കിൽ, റമദാന് ശേഷം സൗകര്യപ്പെട്ടിട്ടും ഖളാ വീട്ടിയിട്ടില്ലെങ്കിൽ, റമദാന് ശേഷം ഓരോ നോമ്പിന് ഓരോ മുദ്ദ് വീതം നൽകണം. വർഷം ആവർത്തിക്കുന്നതിനനുസരിച്ച് മുദ്ദ് ആവർത്തിക്കുകയും ചെയ്യും. അപ്പൊ അത് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി ഒരാള് നോമ്പ് നോറ്റില്ല, അദ്ദേഹം നോൽക്കാതെ അദ്ദേഹം അങ്ങോട്ട് മരിച്ചു പോവുകയും ചെയ്തു. എന്നാലോ ഒരാൾ മരണപ്പെട്ടു, ഖളാ വീട്ടുന്നതിന്റെ ഇടക്ക് മരണപ്പെട്ടാൽ, നോമ്പ് നോൽക്കാനൊക്കെ സൗകര്യപ്പെട്ടിട്ടുണ്ട്, എന്നിട്ടും നോമ്പ് നോൽക്കാതെ അദ്ദേഹം മരണപ്പെട്ടാൽ അദ്ദേഹം കുറ്റക്കാരനാവും. അതിന്റെ പുറമെ അദ്ദേഹത്തിന്റെ അനന്തര സ്വത്തിൽ നിന്ന് ഈ നോമ്പിന് പകരമായി ഓരോ ദിവസത്തിനും 2 മുദ്ദ് കൊടുക്കുകയും വേണം. ഓരോ ദിവസത്തിനും 2 മുദ്ദ് കൊടുക്കണം. അതെങ്ങനെ? ഒരാള് നോമ്പ് ഒഴിവാക്കി, പിന്തിക്കുകയും ചെയ്തു. അപ്പം നോമ്പ് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ 1 മുദ്ദും, അതേ പ്രകാരം തന്നെ മറ്റൊരു മുദ്ദ് പിന്തിച്ചതിന്റെ പേരിൽ 2 മുദ്ദ് കൊടുക്കേണ്ടി വരും. ഇനി എന്തോ കാരണം ഉണ്ടായിട്ടാണ് പിന്തിച്ചത് എങ്കിൽ അവിടെ കുറ്റമില്ല, അവിടെ നഷ്ടപ്പെട്ടതിന്റെ പേരിലുള്ളതായ 1 മുദ്ദ് കൊടുത്താലും മതി. ഒരാൾക്ക് നോമ്പ് നഷ്ടപ്പെട്ടു, മൂപ്പരത് ഖളാ വീട്ടിയില്ല, അതിന്റെ ഇടക്ക് മരിച്ചു പോവുകയും ചെയ്തു. പക്ഷേ അദ്ദേഹം ഖളാ വീട്ടാതിരുന്നത് എന്തുകൊണ്ടാണ്? കാരണമുള്ളത് കൊണ്ടാണ് അദ്ദേഹം ഖളാ വീട്ടാതിരുന്നത്. എന്നാൽ അദ്ദേഹം പിന്തിച്ചതിന്റെ മേലിൽ കുറ്റക്കാരനാവുകയില്ല. അദ്ദേഹത്തിന് നോമ്പ് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ 1 മുദ്ദ് ധാന്യം കൊടുക്കണം. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്.